എനിക്ക് എൻ്റെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യണം, ഞാൻ എവിടെ തുടങ്ങും? ഈ ബിസിനസ് സ്കെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ. ബിസിനസ് വലിയ ലെവൽ സ്കെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ഫണ്ട് വേണം അല്ലേ, ടീം വേണം, റിസോഴ്സ് വേണം, സ്ട്രാറ്റജി വേണം, ഇതെല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ സെക്കൻഡറിയാണ്. ഞാൻ പറയാം, ഈ ബിസിനസ് സ്കെയിലപ്പിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ശരിയായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണെന്നുള്ളതാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ്സിനെ നോക്കിക്കാണുന്നത്, അതുപോലെയാണ് നിങ്ങളുടെ ബിസിനസ് വളരുന്നത്. ഇപ്പം ബിസിനസ് സ്കെയിൽ ചെയ്യാന്ന് പറയുന്ന സംഗതി തീർച്ചയായിട്ടും നമുക്കൊരു ഗോളുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്ന രീതിയിലേക്ക് എൻ്റെ ബിസിനസ്സിനെ നോക്കി കാണുമ്പോഴാണ് ആക്ച്വലി സ്കെയിലപ്പ് നടക്കുന്നത്. സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. അതായത് ഈ കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പറമ്പിൽ ഫുട്ബോൾ കളിക്കുന്ന പോലെയോ നമുക്കൊരു ഇന്റർനാഷണൽ ടൂർണമെന്റിൽ സ്റ്റേഡിയത്തിൽ പോയി കളിക്കാൻ പറ്റില്ല. വലിയ വ്യത്യാസമുണ്ട് അല്ലേ. ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റിൽ കളിക്കാനാണ് ഞാൻ എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തന്നെ എന്തായി, ഞാൻ കൂടുതൽ ഫോക്കസ്ഡ് ആയി. അതിന് എനിക്ക് പുതിയ സ്കിൽ സെറ്റ് വേണം, പുതിയ മൈൻഡ് സെറ്റ് വേണം. അതുപോലെ തന്നെ എനിക്ക് പുതിയ റൊട്ടീന് വേണം, പുതിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം, ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. അത്തരത്തിലുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്കെയിലപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നടക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ നിലവിലുള്ള മൈൻഡ് സെറ്റിനെ അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറാവുന്നിടത്താണ് സ്കെയിലപ്പ് തുടങ്ങുന്നത് ഞാൻ പറയാം. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്കെയിലപ്പിന് ആഗ്രഹിക്കുന്നത് സ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറയാണ്, ഇവിടെ കച്ചവടം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ശരിയായിരിക്കാം, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ സ്കെയിലപ്പ് ജേണിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഒരു മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്, ഈ ഒരു എൻവയോൺമെന്റ് തന്നെയാണ് പല ബിസിനസ്സുകളും പല ബ്രാൻഡുകളും വളർന്നു വലുതായത്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതെൻ്റെ സ്കെയിലപ്പിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ്സിനെ വലിയൊരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ള ആ ഒരു ചിന്തയെ സപ്പോർട്ട് ചെയ്യും. അപ്പം ശരിയായ രീതിയിൽ ബിസിനസ്സിനെ കാണാൻ തുടങ്ങുക എന്നുള്ളതാണ്, ശരിയായ രീതിയിൽ നമ്മൾ മാർക്കറ്റിനെയും കോമ്പറ്റീഷനൊക്കെ കണ്ടു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാം. അതായത് ഈ ലുലു എന്ന് പറയുന്ന ആ ഒരു കോൺഗ്ലമറേറ്റ്, ആ ഒരു ബ്രാൻഡ്, അത് യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാട്, ആ മൈൻഡ് സെറ്റിൻ്റെ കൂടെ റിഫ്ലക്ഷനാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം വളരുന്നുണ്ടോ, നമ്മുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം വളരുന്നുണ്ടോ, നമ്മുടെ കാഴ്ചപ്പാട് എത്രത്തോളം വിശാലമാവുന്നുണ്ടോ, അതിനനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ്സും വളർന്നു തുടങ്ങുന്നുള്ളതാണ്. ദ ബിസിനസ് ഗ്രോ ആസ് യു ഗ്രോ എന്നാ പറയാം. അപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റും കാഴ്ചപ്പാടുകളും മാറുന്നിടത്ത് സ്കെയിലപ്പ് നടന്നു. അതായത് സ്കെയിലപ്പ് ആദ്യം തുടങ്ങുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ആ രീതിയിൽ ബിസിനസ്സിനെ നോക്കിക്കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും.